ഈ സാന്ദീപിനി സാധനാലയം ഓരോ പുരസ്കാരങ്ങൾ വരുന്ന വർഷങ്ങളിൽ തയ്യാറെടുക്കുകയാണ്. അതിൽ ആധ്യാത്മികം എന്നുള്ള വിഷയത്തെ പ്രദാനം ചെയ്തുകൊണ്ട് സംപൂജ്യ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ പേരിൽ ഇനി വർഷങ്ങളിൽ ആ ജ്ഞാനാനന്ദ സ്വാമിയുടെ പുരസ്കാരം ഇതേപോലെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക്, മേഖലയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനും, അതേപോലെ സന്യാസി ശ്രേഷ്ഠന്മാർ അവർക്കും ഇത്തരത്തിലുള്ള പ്രചോദനം നമുക്ക് ഈ സാന്ദീപിനി സാധനാലയത്തിലെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി സന്യാസി ശ്രേഷ്ഠന്മാർ, അത് തപോവന സ്വാമികളുടെ പേരിൽ, സ്വാമി തപോവന സ്വാമികളുടെ പേരിലാണ് ആ പേര് നിലനിർത്തുവാനും ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കുറച്ചു കാലത്തെ ആഗ്രഹം കൂടിയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തപോവന റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റാനുള്ള ഒരു ആഗ്രഹം കൂടി തയ്യാറെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തപോനിഷ്ഠരായ സന്യാസിമാരുടെ പേരിലാണ് എയർപോർട്ട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ കൂടി ഒരു അപേക്ഷ. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവത പുരസ്കാരം പണ്ഡിറ്റ് ഗോപാലൻ നായർ, നമ്മളെല്ലാവരും ഇന്ന് ഭാഗവതം 8 വോളിയം വ്യാഖ്യാനമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഗുരുവായൂർ ചെന്നാൽ 8 വോളിയം പുസ്തകം കിട്ടുന്നുണ്ടെങ്കിൽ പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇന്ന് ഭാഗവത ആചാര്യന്മാർ എടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച്, കൊല്ലങ്കോട്ടുകാരനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അവർ ഇന്ന് വരാൻ പറ്റാത്തതിൽ വളരെയധികം ഖേദമുണ്ട്. പക്ഷേ അവരുടെ പാനൽ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. അതേപോലെ സംസ്കൃതത്തിൽ പുന്നശ്ശേരി നമ്പി 1921 പട്ടാമ്പിയിൽ സംസ്കൃതം കോളേജ് തുടങ്ങിയ നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന പണ്ഡിറ്റ് പുന്നശ്ശേരി നമ്പിയുടെ പേരിൽ പുരസ്കാരം നമ്മൾ കൊടുക്കുകയാണ്. കാരണം ഇന്ന് കേരള സർക്കാർ ആ കോളേജിൽ നിന്നും സംസ്കൃതത്തെ ഇല്ലാതാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ 10 പേർക്ക് ഒരുമിച്ചിരുത്തി 10 വിഷയങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും ദശരഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു മഹാവ്യക്തിത്വമാണ് പുന്നശ്ശേരി നമ്പി. അദ്ദേഹത്തെയും നമുക്ക് പുരസ്കാര വേളയിൽ നമുക്കത് ഇനി വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കലയെ പ്രദാനം ചെയ്തുകൊണ്ട് പല്ലാവൂർ ത്രയങ്ങളെ നമ്മൾ മറന്നുപോയി അല്ലേ? പല്ലാവൂർ ത്രയങ്ങൾ മേളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചോദനമുള്ളതാണ്. തൃശ്ശൂരും പാലക്കാടുമുള്ള 2 വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കല. മേളം എന്ന് വിചാരിച്ചാൽ തായമ്പകയുണ്ട്, പഞ്ചവാദ്യമുണ്ട്, അതുപോലെ എടക്ക. ഇതിൽ പല്ലാവൂർ അപ്പന്മാരാര്, മണിയന്മാരാര്, കുഞ്ഞുകുട്ടന്മാരാർ, ഇവരെ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവരെ മറക്കാതിരിക്കാൻ പല്ലാവൂർ ത്രയത്തിൻ്റെ പേരിൽ നമ്മൾ കലാപുരസ്കാരങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നു. അതേപോലെ ആയുർവേദം, പ്രത്യേകിച്ച് അരിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രചോദനം എന്ന് വെച്ചാൽ 2009 മുതൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന പത്മശ്രീ PR കൃഷ്ണകുമാർജി, കോവിഡ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ശരീരം വിട്ടുപോയത്. അദ്ദേഹത്തിൻ്റെ പേരിൽ വർഷത്തിൽ ഒരു പുരസ്കാരം ആയുർവേദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ മേഖലയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അതേപോലെ P ലീല, നമ്മളാരും കേൾക്കാത്ത ശബ്ദമാണ് എന്ന് വിചാരിക്കില്ല. കാരണം എവിടെ ചെന്നാലും P ലീലയെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണം. ആ P ലീലയുടെ പേരിൽ ഇന്ന് യാതൊരു പുരസ്കാരവുമില്ല. ഇന്ന് നമുക്ക് ഗുരുവായൂർ ചെന്നാൽ തന്നെ ആ ശബ്ദമാണ് നമുക്ക് മാധുര്യമായിട്ട് ഒരുപാട് ഭക്തിഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആ P ലീലയുടെ പേരിൽ, പാലക്കാട് ജന്മമെടുത്ത P ലീലയുടെ പേരിൽ പുരസ്കാരം കൊടുക്കുന്നു. സാഹിത്യം, ഏറ്റവും കൂടുതൽ, എന്നേക്കാൾ കൂടുതൽ പറയാൻ സാധിക്കുന്നത് ജയന്തവാസൻ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം റിട്ടയർഡ് എക്സൈസ് ഓഫീസർ ആയിട്ട് വിരമിച്ച ശേഷം ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് OV വിജയനെ കൃത്യമായിട്ട് മനസ്സിലാക്കി. നമ്മളെല്ലാം വിചാരിച്ചത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം അദ്ദേഹം പുസ്തകങ്ങളിൽ തയ്യാറാക്കിയിരുന്നതാണ്. പക്ഷേ ആധ്യാത്മിക തലത്തിൽ ഇത്രയും അധികം വീക്ഷണമുള്ള ഒരു മഹാവ്യക്തിത്വം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യൂട്യൂബ്, ഫേസ്ബുക്കിലൂടെ വന്നിരുന്നു. നരേന്ദ്രപ്രസാദും OV വിജയനും തമ്മിലുള്ള സംവാദം അദ്ദേഹം എടുത്ത് നാരായണീയ ഗ്രന്ഥത്തെ എടുത്ത് തുറന്നു വെച്ചിട്ടാണ് അവിടെ ആദ്യം പ്രസന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള OV വിജയൻ്റെ പേര് നമുക്ക് വീണ്ടും, അത് OV വിജയൻ്റെ പുരസ്കാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്ക് ആധ്യാത്മിക തലത്തിൽ പുസ്തകങ്ങൾ എഴുതുന്ന വ്യക്തികളെ സാഹിത്യമായിട്ടുള്ള ലോകത്തേക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതേപോലെ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് ഇന്ന് പാലക്കാട് ജില്ലയിലാണ് ആദ്യത്തെ പെൺവിദ്യാലയം എന്നറിയപ്പെടുന്ന സ്ഥലം.
അത് പാലക്കാട് വടക്കന്തറയിലെ ഡോക്ടർ തരവത്ത് മാധവൻ നായർ എന്നുള്ള പേരിലാണ്. പക്ഷേ അവിടെ ഡോക്ടർ നായർ സ്കൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ പേരിൽ തരവത്ത് അമ്മാളുമ്മ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായിരുന്നു. ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവലിന് പുരസ്കാരം ലഭിച്ചത് തരവത്തെ അമ്മാളുമ്മയാണ്. നിങ്ങൾക്ക് ഫോട്ടോ വേണമെച്ചാൽ അവിടെ കാണാൻ സാധിക്കും. ആ തരവത്ത് അമ്മാളുമ്മയുടെ പേരിൽ ഒരു പുരസ്കാരം. കാരണം ഭക്തിമാല എന്ന് പറയുന്ന പുസ്തകത്തെ, അതായത് ഭക്തിസാന്ദ്രമായ കവിതകളും അതുപോലെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് പദ്യങ്ങളും എഴുതിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുരസ്കാരം തരവത്ത് അമ്മാളുമ്മയുടെ പേരിലും, യോഗാചാര്യനായിട്ട് നമുക്ക് അറിയാം, ഇന്ന് പ്രഭാകരേട്ടനെ പോലുള്ള ഒട്ടനവധി യോഗാചാര്യന്മാർ നമ്മുടെ പാലക്കാട് സമൂഹത്തിലുണ്ട്, വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഒട്ടനവധി ശിഷ്യ പരമ്പരയുള്ള പ്രഭാകരേട്ടനെ പോലുള്ള ആൾക്കാരെല്ലാം. വിഷ്ണു ദേവാനന്ദ സരസ്വതി, ഞാൻ നേരത്തെ പറഞ്ഞ പറക്കും സ്വാമികൾ, അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. പാലക്കാട് ജന്മമെടുത്ത വിഷ്ണു ദേവാനന്ദ സരസ്വതി, സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ സാധിക്കുന്ന അദ്ദേഹം ബർമ യുദ്ധത്തിൽ പുഷ്പമെറിഞ്ഞ് സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാവ്യക്തിത്വമാണ്. താമരയുടെ ഇലയിൽ കടക്കാൻ സാധിക്കുന്ന ഒരു യോഗീശ്വരനാണ്. പക്ഷേ പാലക്കാട് ജില്ലയിൽ അറിയപ്പെടുന്ന ആൾക്കാർ, ഇദ്ദേഹത്തെ അറിയുന്ന ആൾക്കാർ വളരെ കുറഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലും യോഗാചാര്യന്മാർക്കുള്ള പുരസ്കാരം നമ്മൾ നൽകുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്, ഇന്ന് ക്ഷേത്രങ്ങളിലെല്ലാവിടെയും ആന നിർബന്ധമാക്കിയെടുക്കുന്ന ക്ഷേത്രങ്ങൾ. പക്ഷേ നല്ലൊരു ആനപ്പാപ്പാനെ നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് ആനയെ മെരുക്കുക മാത്രമല്ല, ആനയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും, ആന എത്ര പ്രാവശ്യം അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ് പരിക്കുകൾ പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ പേര് നിലനിർത്താൻ സാധിക്കാൻ കടുവ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആയിക്കോട് കരിയങ്കോടുകാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുന്ന തലമുറ മതം മാറിപ്പോയി, നമ്മളാരും അറിഞ്ഞില്ല. കഴിഞ്ഞ 2 വർഷം മുമ്പെയാണ് അവരെ ഞങ്ങൾ അഞ്ചുമൂർത്തിയിൽ ക്ഷണിച്ചപ്പോൾ അവർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു. കാരണം ജോലി കിട്ടാത്തത് കൊണ്ടും അച്ഛൻ സമ്പാദിക്കാത്തത് കൊണ്ടും കുടുംബം വഴിയാധാരപ്പെട്ടു പോകുന്നു. ഇത് മാറ്റിയെടുക്കാൻ, ആ കുടുംബത്തെ സംരക്ഷിക്കാനും നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികൾ, അദ്ദേഹത്തിന് കടുവ എന്ന് പേരുന്നത് പൂമുള്ളി മനയിലെ 6ാം തമ്പുരാനാണ്. അദ്ദേഹമാണ് ആനയെ ചികിത്സിക്കുന്ന കാര്യത്തിലും മനുഷ്യന്മാരെ ചികിത്സിക്കുന്ന കാര്യത്തിലും കളരി ആശാൻ കൂടിയായിരുന്നു പൂമുള്ളി മലയിലെ 6ാം തമ്പുരാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള മഹാവ്യക്തികൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ മികച്ച ആനാപ്പാപ്പാനുള്ള പുരസ്കാരം കൂടി ആ വേദിയിൽ നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 8:30 യോഗത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ സംഭൂജി സ്വാമി സ്വരൂപാനന്ദ സ്വാമിജിയാണ് അധ്യക്ഷ സ്ഥാനം. കാരണം അവിടെ അതേപോലെ തന്നെയാണ് സിസ്റ്റം നമ്മൾ പരിപാലിക്കുന്ന 8:30 യോഗം എന്ന് പറയുന്നത്. അതിൽ അധ്യക്ഷനായിട്ട് തിരുവിതാംകൂറിലെ പുഷ്പാഞ്ജലി സ്വാമികളും 8 മഹത് വ്യക്തികളെയും ചേർത്തുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ശാന്തിക്കാർ വരെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് സംഭൂജി സ്വാമി സ്വരൂപാനന്ദ സ്വാമിജി ശിവാനന്ദാശ്രമം, നമുക്കെല്ലാവർക്കും അറിയാം, സ്വാമിജി ആയിരിക്കും അധ്യക്ഷ സ്ഥാനത്തുണ്ടാവുക. ഇതുപോലെ നിരവധി കഴിവുകളുള്ള ആളുകൾ സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്നുണ്ട്. അറിയപ്പെടാതെ കിടക്കുന്ന നിരവധി നക്ഷത്രങ്ങൾ അത്തരത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ പലരും പല ഭാഗത്തും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ അതിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം. അങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്ത ശേഷമാണ് നമ്മുടെ ജൂലൈ മാസത്തിൽ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ വാർഷികോത്സവം നടക്കുന്ന സമയത്ത് ആണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ജൂൺ മാസം 10-ാം തീയതിയാണ്. ഈ ജൂൺ മാസം 10-ാം തീയതിക്കുള്ളിൽ ഈ നിർദ്ദേശങ്ങൾ, ഈ പറഞ്ഞ 10 ആളുകളിൽ ഈ ആർക്ക് വേണമെങ്കിലും എത്ര ആളുകളെയും നിർദ്ദേശിക്കാം. ആ നിർദ്ദേശിക്കുന്ന സമയത്ത് എന്താണ് അവരുടെ നിങ്ങളെ നിർദ്ദേശിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഒരു വ്യക്തിയെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ കഴിവ് എന്താണ്, ഏതെല്ലാം മേഖലകളിലാണ് അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടമാക്കിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു വിവരണവും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിലേക്ക് ഈ നമ്മുടെ മൊബൈൽ നമ്പറുകളിലേക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള കുറിപ്പുകൾ അയക്കും, പത്രങ്ങളിലൂടെ അയക്കും. അപ്പോൾ അതിലേക്ക് എല്ലാവിധ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഈ ഒരു ഉദ്യമത്തിന്, കാരണം ഇത്തരത്തിലുള്ള ഒരു ഉദ്യമം കേരളത്തിൽ വേറൊരു ജില്ലയിലും ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ മികച്ച വാദ്യകലാകാരന് പുരസ്കാരമുണ്ട്, സംസ്കൃത പണ്ഡിതന്മാർക്ക് പുരസ്കാരം കൊടുക്കാറുണ്ട്, സംഗീതജ്ഞന്മാർക്ക് പുരസ്കാരമുണ്ട്, വിവിധ സാഹിത്യ രംഗങ്ങളിൽ പുരസ്കാരം നൽകാറുണ്ട്. പക്ഷേ ഒരു സ്ഥാപനം 10 മേഖല, ആ 10 മേഖല നമ്മുടെ ജില്ലയിൽ തന്നെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്വാമി തപോവനം സ്വാമികൾ, സ്വാമി ചിന്മയാനന്ദനെ കുറിച്ച് അറിയാത്ത ആളുകൾ ആരുമില്ല. സ്വാമി ചിന്മയാനന്ദനെ കുറിച്ച് അറിയാത്ത ആളുകൾ ആരുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സ്വാമി തപോവനം ആർക്കും അറിയില്ല. പാലക്കാട്ടുകാരനായ സ്വാമി തപോവനം. അപ്പോൾ ഇതുപോലുള്ള കുറേ, അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മളിതിൽ സെലക്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്തിട്ടുള്ള അവരുടെ പേരിൽ ആണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് മാതൃകാപരമായിട്ട് എന്ന് തന്നെ പറയാം, അങ്ങനെ 10 രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുടെ പേരിലാണ്, വ്യക്തിത്വങ്ങളുടെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും പരിപൂർണമായ സഹകരണം, നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെടുന്ന ഇന്ന് ആധുനിക സംവിധാനങ്ങളൊക്കെ ആയതുകൊണ്ട് മൊബൈലുകളിൽ പലതരം ഗ്രൂപ്പുകൾ അങ്ങനെ പലതും അതിലുണ്ട്. അപ്പം അതിലെല്ലാം ഈ പുരസ്കാരത്തിൻ്റെ വാർത്ത, പുരസ്കാരം നൽകുന്ന കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും അവരിൽ നിന്നും കൂടി നമുക്ക് നാമനിർദ്ദേശം ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ കേരളത്തിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.